ഹലോ ഫ്രണ്ട്സ്, പ്ലസ് ടു ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ സംബന്ധിക്കുന്ന എല്ലാത്തരം NCERT കോൺസെപ്റ്റുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് സമയം കളയേണ്ട, പഠിച്ചു തുടങ്ങാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമ്മൾ പ്ലസ് 1-ൽ പഠിച്ചൊരു ചാപ്റ്റർ ആയിരുന്നു വർക്ക്, എനർജി ആൻഡ് പവർ. ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചു എനർജി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരു കൺസേർവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. എന്താണ് കൺസേർവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ക്വാണ്ടിറ്റിയുടെ വാല്യൂ ഏത് സിറ്റുവേഷനിലും ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അത്തരം ക്വാണ്ടിറ്റിയാണ് കൺസേർവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ എനർജിയെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല, അതിൻ്റെ വാല്യൂ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം എനർജി എന്ന് പറയുന്നത് ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റിയാണ്. നമുക്ക് എനർജിയെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനേ കഴിയുകയുള്ളൂ. നമുക്കതിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് എനർജി ആണെങ്കിൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാം, ശരിയല്ലേ? അതുപോലെ വർക്കിനെ തിരിച്ച് എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യാം. ഇനി നോക്കുക, എൻ്റെ കയ്യിലൊരു ചാർജ് ഉണ്ട്, Q1 എന്ന് പറഞ്ഞൊരു വലിയ ചാർജ് ഇരിപ്പുണ്ട്. തൊട്ടപ്പുറത്താണെങ്കിൽ വേറൊരു ചാർജ് ഉണ്ട്, അത് Q2 എന്ന് പറഞ്ഞ ചാർജാണ്. ഇനി Q1 എന്ന പോസിറ്റീവ് ചാർജിൻ്റെ അടുത്ത് Q2 എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? ഇവയ്ക്കിടയിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും, ശരിയല്ലേ? ഈ Q1 എന്ന ചാർജ് ഈ Q2 എന്ന ചാർജിനെ തള്ളിക്കളയും. നമുക്കറിയാം തിരിച്ചൊരു ഫോഴ്സ് ഉണ്ടാകും. നമുക്ക് ഈ ചാർജിനെ കുറിച്ച് മാത്രം നോക്കാം. ഇവിടെയാണെങ്കിൽ ഈ Q1 എന്ന ചാർജ് Q2 എന്ന ചാർജിനെ തള്ളിക്കളയും, ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കും. അതിൻ്റെ ഫലമായിട്ട് ഈ ചാർജിന് ഇങ്ങോട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും, ശരിയല്ലേ? അത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. സോ ഇവിടെയാണെങ്കിൽ ഫോഴ്സും ഉണ്ട്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്. അതായത് ഇവിടെ എന്ത് ചെയ്തു? വർക്ക് ചെയ്തു. നമുക്കറിയാം വർക്കിന് എന്ത് വേണം? ഒരു എനർജി വേണം. ഈ എനർജിയാണ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഈ ചാർജുകൾക്കിടയിൽ എന്തോ ഒരു എനർജി ഉണ്ടായിരുന്നു. ആ എനർജി ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ വർക്ക് ചെയ്യപ്പെട്ടത്, ശരിയല്ലേ? ഇനി നമുക്കൊരു പോസിറ്റീവ് ചാർജും അതുപോലെ ഒരു നെഗറ്റീവ് ചാർജ് എടുത്തു കഴിഞ്ഞാലും അവയ്ക്കിടയിൽ എന്തുണ്ടാകും? ഇതുപോലൊരു വർക്ക് ഉണ്ടാകും, ശരിയല്ലേ? ഈ പോസിറ്റീവ് ചാർജ് ഈ നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. സോ ഫോഴ്സ് ഇങ്ങോട്ടാണ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റും ഇങ്ങോട്ട് വരും. അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഇവിടെ എന്ത് ചെയ്യപ്പെട്ടു? വർക്ക് ചെയ്യപ്പെട്ടു. സോ രണ്ട് ചാർജുകൾക്കിടയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ചാർജുകൾക്കിടയിൽ എന്ത് രൂപം കൊള്ളണം? എനർജി രൂപം കൊള്ളണം, ശരിയല്ലേ? എനർജി ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് നടക്കുകയുള്ളൂ. ചാർജുകൾക്കിടയിൽ രൂപപ്പെട്ട ഈ എനർജിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. ഈ എനർജി ഇവിടെ എങ്ങനെയാണ് രൂപപ്പെട്ടത്? അതുപോലെ ഈ എനർജിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുവാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിലും ഇതുപോലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കേട്ടായിരുന്നു, ശരിയല്ലേ? അതിന് സമാനമായൊരു കോൺസെപ്റ്റാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ച് മനസ്സിലാക്കും. സോ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യലിലൂടെ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്തെന്ന് മനസ്സിലാക്കും. ഓക്കെ ആണല്ലോ? സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. ചാർജിൻ്റെ വാല്യൂ ആണ് Q. നമുക്കറിയാം ഒരു Q എന്ന ചാർജ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും എന്തുണ്ടാകും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും, ശരിയല്ലേ? ഒരു ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ആ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് ആണ് പോയിന്റ് P. ഈ Pക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു വെക്റ്റർ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ Pയിൽ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ P എന്ന പോയിന്റിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ചാൽ, ഒരു യൂണിറ്റ് ചാർജിനെ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാകും? ഒരു ഫോഴ്സ് ഉണ്ടാകും. ഈ ടെസ്റ്റ് ചാർജിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാകും. ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഈ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇതൊരു വെക്റ്റർ പ്രോപ്പർട്ടിയാണ്. സോ വെക്റ്റർ E. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലെല്ലാം എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഒരു വെക്റ്റർ പ്രോപ്പർട്ടി ഉണ്ട്. കാര്യം മനസ്സിലായോ?
സോ ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലെല്ലാം ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു വെക്റ്റർ പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ആ പോയിന്റിൽ നമ്മുടെ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജിന് എന്തുമാത്രം ഫോഴ്സ് കിട്ടും, ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ആ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിംഗ് പെർ ചാർജ് ആണ്. ഒരു യൂണിറ്റ് ചാർജിന് അനുഭവപ്പെട്ട ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ആ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ശരിയല്ലേ? ഇതുപോലെ ഇലക്ട്രിക് ഫീൽഡിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിൽ മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട്, മറ്റൊരു സ്കെയിലാർ പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ പ്രോപ്പർട്ടിയാണ്. സോ ഇലക്ട്രിക് ഫീൽഡിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിൽ ഒരു വെക്റ്റർ പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ ഒരു സ്കെയിലാർ പ്രോപ്പർട്ടി ഉണ്ട്. ആ സ്കെയിലാർ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി. നമ്മളിവിടെ പഠിക്കുവാൻ പോകുന്നത് ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഇത് എന്താണ് ആക്ച്വലി എന്നാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. കാര്യം മനസ്സിലായോ? സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിന്റെ ഒരു സ്കെയിലാർ പ്രോപ്പർട്ടിയാണ്. അതുപോലെ ഏത് പോയിന്റിനും മറ്റൊരു വെക്റ്റർ പ്രോപ്പർട്ടി ഉണ്ട്, അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന മെയിൻ കോൺസെപ്റ്റ് ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ Q എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. നമുക്കറിയാം ഒരു പോയിന്റ് ചാർജ് ചുറ്റുപാടും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ആ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് ആണ് പോയിന്റ് P. ഈ പോയിന്റ് P നമ്മുടെ Q എന്ന ചാർജിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയാണ്. ഈ ഡിസ്റ്റൻസ് ആണ് R. നമുക്കറിയേണ്ടത് ഈ പോയിന്റിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, ഈ P എന്ന പോയിന്റിലെ വിന്റെ വാല്യൂ എന്താണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്. ഇതറിയാനായിട്ട് നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ എടുക്കണം. നമ്മൾ ടെസ്റ്റ് ചാർജ് എടുത്തിരിക്കുന്നത് അങ്ങ് ഇൻഫിനിറ്റിയിലാണ്. ഈ ചാർജിൽ നിന്നും നമ്മുടെ Q എന്ന ചാർജിൽ നിന്നും അങ്ങ് ഇൻഫിനിറ്റ് അകലെയാണ് ആയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചാർജ് ഇരിക്കുന്നത്. ഇനിയാണെങ്കിൽ ഈ ടെസ്റ്റ് ചാർജിനെ നമ്മൾ തള്ളി 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 എവിടെ കൊണ്ടുവരണം? നമ്മൾ ഈ പോയിന്റ് പിയിൽ കൊണ്ടുവരണം. അപ്പോൾ ഈ പോയിന്റ് പിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഈ ചാർജിലേക്ക് ഒരു വർക്ക് ചെയ്യും. നമ്മൾ ടെസ്റ്റ് ചാർജിലേക്ക് ഒരു വർക്ക് ചെയ്യും. ഈ വർക്കിനെ വിളിക്കുന്ന പേരാണ് ഈ പോയിന്റിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സോ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? ഇവിടെയാണെങ്കിൽ Q എന്ന് പറഞ്ഞൊരു പോയിന്റ് ചാർജ് ഉണ്ടായിരുന്നു. ആ പോയിന്റ് ചാർജ് ചുറ്റും അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് ആണ് പോയിന്റ് P. നമുക്ക് ഈ പോയിന്റ് Pയുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങ് ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു ടെസ്റ്റ് ചാർജിനെ നമ്മൾ തള്ളി 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 എവിടെ കൊണ്ടുവരണം? ആ പോയിന്റ് P ഏത് പോയിന്റിന്റെ ആണോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ നേരത്ത് നമ്മുടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ, ആ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നമ്മളുടെ ടെസ്റ്റ് ചാർജിലേക്ക് ഒരു വർക്ക് ചെയ്യും. ആ വർക്കിനെ വിളിക്കുന്ന പേരാണ് ആ പോയിന്റിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. കാര്യം മനസ്സിലായോ? സോ ടെസ്റ്റ് ചാർജിലേക്ക് നമ്മൾ കൊടുത്ത ഫോഴ്സ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. ശരിയല്ലേ? ടെസ്റ്റ് ചാർജിനെ നമ്മൾ ഇങ്ങോട്ടാണ് തള്ളിയത്. സോ എക്സ്റ്റേണൽ ഫോഴ്സ്, നമ്മൾ കൊടുത്ത ഫോഴ്സ് ആണ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഈ ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ടെസ്റ്റ് ചാർജിന് ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടായിരുന്നു? അതും ഇങ്ങോട്ടാണ്. ശരിയല്ലേ? സോ ഡിസ്പ്ലേസ്മെന്റും ഇങ്ങോട്ടാണ്. സോ ഇവിടെയാണെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് എന്താണ്? നമ്മൾ ചെയ്ത വർക്ക് പോസിറ്റീവ് വർക്കാണ്. ശരിയല്ലേ? നമ്മൾ കൊടുത്ത ഫോഴ്സ് ഇങ്ങോട്ടും എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുത്തത് അതിൻ്റെ സെയിം ഡയറക്ഷനിലായിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമ്മൾ പറയും നമ്മൾ ചെയ്ത വർക്ക് പോസിറ്റീവ് വർക്കാണ്. പക്ഷേ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ചെയ്ത വർക്ക് എന്താണ്? ഇവിടെ നമുക്കറിയാം ഇതൊരു പോസിറ്റീവ് ചാർജാണ്. ഈ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് ചാർജാണ്. സോ പോസിറ്റീവ് ചാർജും റിപ്പിൾ ചെയ്യും. അതായത് നമ്മൾ ഈ ടെസ്റ്റ് ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? അതിനെ റിപ്പിൾ ചെയ്യാൻ നോക്കും, അതിനെ ഇങ്ങോട്ട് റിപ്പിൾ ചെയ്യും. ശരിയല്ലേ? സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ചെയ്ത വർക്ക്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സ് ഇങ്ങോട്ടും ചാർജിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടുമാണ്. സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ചെയ്ത വർക്ക് എന്താണ്? നെഗറ്റീവ് വർക്കാണ്. കാര്യം എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സ് ഇങ്ങോട്ടും അതുപോലെ ചാർജിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടുമാണ്. സോ നമ്മൾ പറയും ഇലക്ട്രിക് ഫീൽഡ് ചെയ്ത വർക്ക് നെഗറ്റീവ് വർക്കാണ്. ഈ വർക്കിനെ വിളിക്കുന്ന പേരാണ് ഈ പോയിന്റിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. കാര്യം മനസ്സിലായോ? സോ എന്താണ് ഒരു പോയിന്റിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്?
ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും ടെസ്റ്റ് ചാർജിനെ തള്ളി എവിടെ കൊണ്ടുവരണം? ആ പോയിന്റ് പിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഒരു വർക്ക് ചെയ്യും. നമ്മൾ ചെയ്ത വർക്കല്ല, ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഒരു വർക്ക് ചെയ്യും. ഈ വർക്കിനെ വിളിക്കുന്ന പേരാണ് ആ പോയിന്റിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇനി മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്കുണ്ടല്ലോ, ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്ത വർക്ക്, ഈ വർക്കിൻ്റെയും നമ്മൾ ചെയ്ത വർക്ക് എന്തായിരുന്നു? പോസിറ്റീവ് വർക്കായിരുന്നു. ഈ വർക്കിൻ്റെയും അതുപോലെ നെഗറ്റീവ് വർക്കിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഈക്വൽ ആണ്. സോ നമുക്ക് ഇങ്ങനെയും പറയാം, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പോയിന്റിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇങ്ങനെയും പറയാം, ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ടു ബ്രിങ് എ ടെസ്റ്റ് ചാർജ് ഫ്രം എവിടുന്നാണ്? ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. സോ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലേക്ക് ഒരു ടെസ്റ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ആ പോയിന്റിലേക്ക്, ഏത് പോയിന്റിൻ്റെ ആണോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിലേക്ക് കൊണ്ടുവരുവാൻ എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്ത വർക്ക്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് ചെയ്ത വർക്ക്, ഇതിനെ വിളിക്കുന്ന പേരാണ് ആ പോയിന്റിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ്. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് പറഞ്ഞത്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നും പറയാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് ചെയ്ത വർക്ക് എന്നും പറയാം. ഒരു കുഴപ്പമില്ല. മാഗ്നിറ്റ്യൂഡ് വൈസ് ആണെങ്കിൽ ഈ നെഗറ്റീവ് വർക്കിൻ്റെയും ഈ പോസിറ്റീവ് വർക്കിൻ്റെയും വാല്യൂ സെയിം ആണ്. കാരണം നമ്മൾ ചെയ്ത ഫോഴ്സ് ഉണ്ടല്ലോ, ഈ എക്സ്റ്റേണൽ ഫോഴ്സ്, ആ ഫോഴ്സിൻ്റെയും അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ ആരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഈ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെയും നമ്മൾ ഇങ്ങോട്ട് കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെയും അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരുന്നു. അങ്ങനെയെങ്കിൽ ചാർജിൽ അനുഭവപ്പെട്ട നെറ്റ് ഫോഴ്സ് എന്താണ്? ഈ നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയി പോകും. ശരിയല്ലേ? നമ്മൾ ടെസ്റ്റ് ചാർജിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഈ ചാർജിൽ അനുഭവപ്പെട്ട നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് പറയാം ആക്സിലറേഷൻ 0 ആണ്. ശരിയല്ലേ? F=ma ആണ്. ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ, നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ആക്സിലറേഷനും 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും പറയാം, വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വിത്തൗട്ട് ആക്സിലറേഷൻ ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. സോ വിത്തൗട്ട് ആക്സിലറേഷൻ്റെ മീനിങ് മനസ്സിലായോ? എന്താണ്? നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെയും അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആകും. നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ആക്സിലറേഷൻ 0 ആകും. സോ Q എന്ന് പറയണ ഒരു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റാണ് പോയിന്റ് പി. ഈ പോയിന്റ് പിയുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ തള്ളി എവിടെ കൊണ്ടുവരണം? ആ പോയിന്റ് പിയിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെട്ട വർക്കിനെ വിളിക്കുന്ന പേരാണ് ആ പോയിന്റിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിന്റെ എക്സ്പ്രഷൻ എന്തെന്ന് നോക്കാം. സോ നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോവുകയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ Q എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. നമുക്കറിയാം പോയിന്റ് ചാർജ് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റാണ് പോയിന്റ് പി. നമുക്ക് ഈ പോയിന്റ് പി എന്ന് പറയുന്നത് Q എന്ന ചാർജിൽ നിന്നും R അകലെയാണെന്ന് കരുതാം. സോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ പോയിന്റ് പിയുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അതിനുവേണ്ടി ഈ ക്യൂവിൽ നിന്നും അങ്ങ് ഇൻഫിനിറ്റ് അകലെയുള്ള ഒരു ടെസ്റ്റ് ചാർജിനെ എടുക്കാൻ പോവുകയാണ്. സോ ഞാൻ ടെസ്റ്റ് ചാർജിനെ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് അങ്ങ് ഇൻഫിനിറ്റ് അകലെയാണ്. എവിടെ നിന്നാണ്? നമ്മുടെ ഈ Q എന്ന പോയിന്റിൽ നിന്നും ഇൻഫിനിറ്റ് അകലെയുള്ള ഒരു പോയിന്റിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ചു. സോ ഈ അകലമാണ് ഇൻഫിനിറ്റി. ഇത് എവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നത്? നമ്മുടെ Q എന്ന ചാർജിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. ശരിയല്ലേ? ഈ ടെസ്റ്റ് ചാർജിനെ നമ്മൾ തള്ളി എവിടെ കൊണ്ടുവരും? പോയിന്റ് പിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ പോയിന്റ് പിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? നമ്മൾ ടെസ്റ്റ് ചാർജിലേക്ക് ഒരു വർക്ക് ചെയ്യും. ആ വർക്കിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ആണ്. ശരിയല്ലേ? ഓൺ ടെസ്റ്റ് ചാർജ്. ഈ വർക്ക് ആരാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്ത വർക്ക് എടുക്കാം, അല്ലെങ്കിൽ എടുക്കാം ഇലക്ട്രിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ചെയ്ത വർക്ക് എടുക്കാം. ഞാൻ എടുക്കുന്നത് ഇലക്ട്രിക് ഫോഴ്സ് ചെയ്ത വർക്ക് എന്നാണ്. സോ ഫോഴ്സ് ഇങ്ങോട്ടും
ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടുമാണ്. സോ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫോഴ്സ് എന്താണ്? ഇലക്ട്രിക് ഫോഴ്സ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇലക്ട്രിക് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ. നമ്മുടെ Q1 ആണ് Q എന്ന് പറയുന്നത്, Q2 ആണ് ടെസ്റ്റ് ചാർജ്. ടെസ്റ്റ് ചാർജിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അങ്ങനെയെങ്കിൽ ഇൻറ്റു 1/r². ശരിയല്ലേ? അപ്പോൾ ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെട്ട ഫോഴ്സ് ആണിത്. നമുക്കറിയാം ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെട്ട ഫോഴ്സിന് വേറെയും പേരുണ്ട്. എന്താണ്? ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ശരിയല്ലേ? ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെട്ട ഫോഴ്സിന് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നും പറയാം. സോ നമുക്ക് ഇവിടെ എഫിൻ്റെ വാല്യൂ ഉണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഇൻഫിനിറ്റിയിൽ നിന്നും നമുക്ക് r എന്ന ഡിസ്റ്റൻസ് വരെയുള്ള പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ ഉള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇത്രയും. എത്രയാണ്? ഇത്രയും ഇൻഫിനിറ്റി ആണ്. ഇത്രയും r ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് ഇൻഫിനിറ്റി മൈനസ് r. നമുക്കതിനെ കണക്ക് ചെയ്യാൻ പറ്റുമോ? ഇൻഫിനിറ്റിയിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? എന്തെങ്കിലും കൂട്ടാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ കണക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഈ ഇക്വേഷൻ വഴി വർക്ക് ഡണ്ണിനെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. കാര്യം മനസ്സിലായോ? ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഇൻ്റഗ്രേഷൻ മെത്തേഡ്. സോ നമ്മൾ ടെസ്റ്റ് ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ ഡിസ്റ്റൻസിലെ ഒരു ചെറിയ ഡിസ്റ്റൻസിനെ എടുക്കാൻ പോവുകയാണ്. ഇതൊരു ചെറിയ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് dr. ഈ ഡിസ്റ്റൻസിന് ആവശ്യമായ വർക്കാണ് ചെറിയ വർക്ക് dw. സോ നമുക്കറിയാം വർക്ക് ഡൺ ഓൺ എ ടെസ്റ്റ് ചാർജ് ആണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ചെറിയ പൊട്ടൻഷ്യൽ ആണ് ചെറിയ വർക്ക്. ടെസ്റ്റ് ചാർജിന് ആക്ട് ചെയ്ത ചെറിയ വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓർക്കുന്നുണ്ട് ഇക്വേഷൻ? നമ്മൾ +1 എല്ലാം പഠിച്ചതാണ്. ചെറിയ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇവിടെയാണെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടാണ്? ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ്. ശരിയല്ലേ? രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് വെക്ടർ ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കാം. ഈ നെഗറ്റീവ് സൈൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആണ്. ശരിയല്ലേ? സോ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് വർക്കായിരിക്കും. കാര്യം മനസ്സിലായോ? സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. dv ചെറിയ പൊട്ടൻഷ്യൽ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് നമ്മൾ അതുപോലെ എഴുതി. ഇനി ഈ എഫ് എന്താണ്? ഫോഴ്സ് ആക്ടിങ് ഓൺ എ ടെസ്റ്റ് ചാർജ്. ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെട്ട ഫോഴ്സ്, അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു dr. ശരിയാണോ? ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പിന്നീട് ഈ ഇക്വേഷനെ കുറിച്ച് പഠിക്കും. സോ ഇപ്പോൾ ഇക്വേഷൻ എഴുതി വെക്കുക, ഓർത്തിരിക്കുക. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇവിടെ നിന്നും ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഇക്വേഷനെ കുറിച്ച് വളരെ വിശദമായിട്ട് പിന്നീട് പഠിക്കും. ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് വരാം. നമുക്ക് ഈ ചെറിയ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്? അല്ല, നമുക്ക് ചെറിയ പൊട്ടൻഷ്യൽ അല്ല വേണ്ടുന്നത്. നമുക്ക് വേണ്ടുന്നത് വലിയ പൊട്ടൻഷ്യലാണ്. ഈ ഇൻഫിനിറ്റിയിൽ നിന്നും ഈ r എന്ന ഡിസ്റ്റൻസ് വരെയുള്ള വർക്കാണ് നമുക്ക് വേണ്ടുന്നത്. ഈ വലിയ വർക്കാണ് വേണ്ടുന്നത്. സോ വലിയ വർക്കിന് വേണ്ടി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ എവിടെ നിന്നാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഇൻഫിനിറ്റിയിൽ നിന്നാണ്. ശരിയല്ലേ? അത് എവിടം വരെ കൊണ്ടുവരും? r എന്ന പോയിന്റ് വരെ കൊണ്ടുവരും. സോ ഇതാണ് നമ്മൾ ഒറിജിനിൽ നിന്നും ഇൻഫിനിറ്റ് അകലമാണിത്. അവിടെ നിന്നും എവിടം വരെ കൊണ്ടുവരുന്നേ? r എന്ന അകലം വരെ കൊണ്ടുവരും. സോ ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവരുന്ന എവിടെയാണ്? r എന്ന ഡിസ്റ്റൻസ് വരെ. മൈനസ് എഫ് ഇൻറ്റു dr. കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് എഫിൻ്റെ വാല്യൂ അറിയാം. നമുക്ക് എഫിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് നമ്മൾ അതുപോലെ എടുത്തു. ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു r നമ്മൾ അതുപോലെ എഴുതി. ഇനി എഫിന് പകരം പറയാം 1/4πε0 ഇൻറ്റു q/r². ശരിയല്ലേ? ഇനി എന്താരുണ്ട്? dr ഉണ്ട്. ഇവിടെയാണെങ്കിൽ 1/4πε0യും ക്യൂവും ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് ഇത്രയും ടേമിനെ ഇൻ്റഗ്രേഷനെ വെളിയിൽ കൊണ്ടുവരാം. സോ വി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഡിവൈഡ് ബൈ 4πε0 ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു r. ഇനി ആരുണ്ട്? 1/r². 1/r² ഇൻറ്റു dr. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇനി 1/r² നമുക്ക് r⁻² എന്ന് എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു, സോ ഈ 1/r² നമ്മൾ r⁻² എന്ന് എഴുതി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? ഇൻ്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ? x നമ്മൾ അതുപോലെ എഴുതും.
ഈ പവർ എന്നാണ് ഇവിടെ പവർ, ആ പവറിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യണം, ശരിയല്ലേ? എന്നിട്ട് ആ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാര്യം മനസ്സിലായോ? സോ ഇവിടെയാണെങ്കിൽ r⁻²ൻ്റെ കൂടെ ഈ -2ൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് -1 കിട്ടും. ഈ -1 കൊണ്ട് ഡിവൈഡും ചെയ്യണം. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കണം, ഇൻഫിനിറ്റി ടു r. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇത് അതുപോലെ എഴുതാം, r⁻1 എന്ന് വരും, ഡിവൈഡ് ബൈ ഇത് -1 എന്ന് വരും. ഇനി ലിമിറ്റ് കൊടുക്കാം, ഇൻഫിനിറ്റി ടു r. ഇവിടുത്തെ ഈ മൈനസും ഇവിടുത്തെ ഈ മൈനസും എന്ത് ചെയ്യും, ക്യാൻസലായി പോവും. കാര്യം മനസ്സിലായോ? ഈ മൈനസും എന്ത് ചെയ്ത് ക്യാൻസലായി പോയി. ഇനി നമുക്ക് r⁻1നെ 1/r എന്ന് എഴുതാം. സോ ഇവിടെ നമ്മൾ മൈനസും ക്യാൻസലായി, r⁻1 പകരം പറഞ്ഞു 1/r. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ആദ്യം എന്ത് ചെയ്യണം, അപ്പർ ലിമിറ്റ്, ആറിന് പകരം അപ്പർ ലിമിറ്റ് കൊടുക്കണം, മൈനസ് ആറിന് പകരം ലോവർ ലിമിറ്റ് കൊടുക്കണം. സോ ഈ കാര്യം മനസ്സിലായോ? ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. കാര്യം എന്താണ്, ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, r എന്ന പോയിന്റ് വരെ കൊണ്ടുവരികയാണ്. അപ്പോഴുള്ള പൊട്ടൻഷ്യൽ എന്താണ്, q ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു 1/r-1/∞. സോ ഇൻഫിനിറ്റിയിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് രണ്ടാമതാണ് എഴുതേണ്ടത്, ശരിയല്ലേ? എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ ഒരു ഇക്വേഷൻ വീണ്ടും ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് 1/∞? 1/∞ ഇത്രയും ഭാഗം 0 ആയി പോകും, ശരിയല്ലേ? സോ 1/r - 0 എത്രയാണ്, 1/r തന്നെ വരും. സോ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് v, which is equal to 1 divided by 4πε0 into q divided by r. സോ ഈ കാര്യം മനസ്സിലായോ? സോ ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ പി എന്ന പോയിന്റ്, ആ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ് പോയിന്റ് പി. അവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താണ്, 1/4πε0 ഇൻറ്റു q ഡിവൈഡ് ബൈ r. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിന്റെ ഡെറിവേഷൻ എങ്ങനെയാണ് ഡെറിവ് ചെയ്യുന്നതെന്ന്. നമ്മൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിന്റെ വെറും ഡെറിവേഷൻ മാത്രമാണ് പഠിച്ചത്. ഇതിന്റെ കൂടുതൽ കോൺസെപ്റ്റുകൾ ഇനിയും പഠിക്കുവാനുണ്ട്. പക്ഷേ അതെല്ലാം ഒറ്റ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോവും. അതുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പൊട്ടൻഷ്യലിനെ കുറിച്ചുള്ള കൂടുതൽ കോൺസെപ്റ്റുകളും ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് അടുത്ത പാർട്ടിൽ വർക്കൗട്ട് ചെയ്യാം. സോ ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.